എവിടെയാ സ്ഥലം? വീട് എവിടെയാ? വീട് മലപ്പുറം ജില്ലയിൽ കാരാമ്പുഴ. എന്താ ചെയ്യണ അഷ്റഫ്? ഞാൻ കൂലിപ്പണിയാണ്. ഓ അത് ശരി. എന്തായാലും കൺഗ്രാചുലേഷൻ. ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ 10 ലക്ഷം നേടിയ താങ്കൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. അപ്പൊ ഈ 10 ലക്ഷം ഇനി എന്താ ചെയ്യാൻ പോണേ? ചെയ്യാൻ പോണേ എനിക്ക് ഒരുപാട് കട ഉണ്ട്, കുറച്ച് വീട് ജപ്തി വന്നിക്കണ്. പിന്നെ ലൈഫിന്റെ ഇതിൽ എനിക്ക് വീട് പാസ്സായില്ല. അപ്പൊ അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിച്ച് അവര് എന്തായാലും വീട്ടില് നമ്പർ തരുള്ളൂ. അപ്പൊ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന ടൈമിലാണ് ഇപ്പൊ കിട്ടിയത്. അപ്പൊ ഇനി കൂലിപ്പണി തുടരാനാണോ അതോ വേറെ എന്തെങ്കിലും ബിസിനസ് പരിപാടികളുണ്ടോ? ബിസിനസ് പരിപാടിക്ക് അത് എന്തോ തീരുമാനിച്ചിട്ടില്ല. വീട്ടിലാരും കാണാനില്ലല്ലോ? ആരും ഇല്ല, ഒക്കെ ഉറങ്ങിയ എല്ലാവരും? ഇത് മകന്, മകൻ, ഭാര്യ, ചെറിയ മകള്. മകൻ എന്ത് ചെയ്യുന്ന? മകളെ കുട്ടി. അത് ശരി. നല്ലൊരു അധ്വാനിയാണല്ലോ. വീടൊക്കെ പൊളിച്ചിട്ടില്ല, താമസം. ബോച്ചേട്ടി ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കുടിക്കൂ, കോടീശ്വരനാവൂ, വീടൊക്കെ നന്നാക്കൂ. 25 കോടി കാത്തിരിക്കല്ലേ? 25 കോടി കാത്തിരിക്കല്ലേ? ഇതെങ്ങനെയാ, ഓൺലൈൻ വഴിയാണോ ബോച്ചേട്ടി വാങ്ങിയത്? ഓൺലൈനാണോ ഫിജിക്കാർട്ടാണോ? ജ്വല്ലറി പോയി വാങ്ങിയതാണ് അല്ലേ? ഇതാരാ എടുത്തത്? ഇതാരാ വാങ്ങിയ ഈ ബോച്ചേട്ടി 10 ലക്ഷത്തിന്റെ അടിച്ചത്? ഭാഗ്യവാനാണ്. സമയം നന്നായി വരുന്നു. ആദ്യം 5 പാക്കറ്റ് വാങ്ങിച്ചതായിട്ടില്ല, പിന്നെ 3 പാക്കറ്റ് വാങ്ങിച്ചു. അതില് 10 തന്നെ കിട്ടി. നിങ്ങളുടെ കഷ്ടകാലമൊക്കെ തീരാൻ പോവാണ്. ഇത്രയും കാലം കൂലിപ്പണിയൊക്കെ എടുത്തല്ലേ, ഒക്കെ നിർത്തിയിട്ട് നമുക്ക് ബിസിനസ് ഒക്കെ തുടങ്ങാം. ഞങ്ങള് ബോച്ചേട്ടിയിലൂടെ 10 ലക്ഷം അടിച്ച ആൾക്കാർക്കൊക്കെ ഞങ്ങളുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയ്ക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ വെച്ചിട്ട് ബോച്ചേട്ടിയുടെ ഒരു ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ ഒരു ഫ്രാഞ്ചൈസി ഷോപ്പ് തുടങ്ങി കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ കൂലിപ്പണിയൊക്കെ നിർത്തി വന്നൊരു ബിസിനസ്സുകാരനാവല്ലേ, എന്റെ ബോച്ചെ പാർട്ട്ണർ ആവല്ലേ? ഒരു മാറ്റങ്ങളൊക്കെ വേണ്ടേ? എല്ലാ കാലം ഒരുപോലെ ജീവിച്ചാൽ മതിയോ? കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറണ്ടേ? നല്ലതാണ് അത്. മാസം ഒരു 2 ലക്ഷം റുപ്യൊക്കെ കിട്ടും നന്നായി ബിസിനസ് ചെയ്താല്. അത് മാത്രമല്ല, നമുക്ക് വേറെയും അവസരങ്ങളുണ്ട്. ഇനി ബോച്ചെ ഹെയർ സീക്രട്ട് അത് വരുന്നുണ്ട്. ഹെയർ ഓയിൽ പിന്നെ ബോച്ചെ എനർജി ഡ്രിങ്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. കാരണം എന്താ വെച്ചാല് ഇതിന് എനിക്ക് അധികം പരസ്യവാചകങ്ങളൊന്നും വേണ്ടല്ലോ. മുടി ഇഷ്ടംപോലെ ആവശ്യമുള്ളിടത്തൊക്കെ മുടിയും രോമൊക്കെ ഇഷ്ടം പോലെയാ. അതുകൊണ്ട് പരസ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് വാങ്ങാം. അപ്പൊ നല്ല ഡിമാൻഡ് ആയിരിക്കും മുടി ഉള്ളത് കൊണ്ട്. പിന്നെ എനർജിക്കും കുറവില്ലല്ലോ. എനർജി ഡ്രിങ്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 812 കിലോമീറ്റർ റോട്ടിൽ കൂടെ ഓടിയതല്ലേ, ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട്. അതുകൊണ്ട് ബോച്ചയ്ക്ക് അത്യാവശ്യം എനർജി ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ബോച്ച എനർജി ഡ്രിങ്കിനും നല്ല ചെലവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമ്മള് കൊടുക്കുന്നുണ്ട് ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്കൊക്കെ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മള് പലതും വരുന്നുണ്ട്. നമ്മുടെ ഇനി ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, നമ്മുടെ 100 ബ്രാഞ്ചുകൾ, മിനി ഷോറൂം, ചെറിയ ചെറിയ ഷോറൂമുകൾ വരുന്നുണ്ട് ഗൾഫിലും ഇന്ത്യയിലുമായിട്ട്. അപ്പൊ അതിലും ബോച്ചെ പാർട്ട്ണർ ആവാനായിട്ടുള്ള അവസരമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ബോച്ചെ ഗോൾഡ് ലോൺ അതുണ്ട്. അതിലും ഒരുപാട് അവസരങ്ങളുണ്ട്. അങ്ങനെ പല നിലയ്ക്കും ബോച്ചെ പാർട്ട്ണർ ആവാൻ സാധിക്കും. അപ്പൊ ഒന്നും പേടിക്കണ്ട. നമ്മള് ഇന്ത്യയിലും ഗൾഫിലുമായിട്ട് ഇതുപോലെ അവസരങ്ങൾ കൊടുത്ത് ബിസിനസ് പഠിപ്പിച്ച് നമ്മുടെ പാർട്ട്ണർമാരാക്കി മാറ്റുകയും കുറച്ചധികം പൈസ എനിക്കും കുറച്ച് പൈസ നിങ്ങൾക്കും ലാഭം കിട്ടുന്ന പോലെയുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പൊ നിങ്ങക്ക് കൺസിഡറേഷൻ ഉണ്ട്. നമ്മുടെ ബോച്ചെ 10 ലക്ഷം അടിച്ചവർക്കൊക്കെ കൺസിഡറേഷൻ ഉണ്ട്. കൂടാതെ നമ്മള് തീരെ നിർവാഹം ഇല്ലാത്തവർക്കൊക്കെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഞങ്ങളുടെ ബിസിനസ് ലാഭം ഉപയോഗിച്ചിട്ട് സൗജന്യമായിട്ടും ഇടയ്ക്കൊക്കെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ റെഡിയാക്കാണ്. കടമൊന്നും പ്രശ്നമില്ല. കടം വരും, വീട്ടും, വീണ്ടും കടം വാങ്ങും, വീട്ടും. ഒക്കെ ഭാഗമല്ലേ, ബിസിനസിന്റെയും ജീവിതത്തിന്റെ ഭാഗമാണ് കടമൊക്കെ. അങ്ങനെയാണ് അംബാനിയൊക്കെ 50,000 കോടിയോ 1 ലക്ഷം കോടിയൊക്കെ വീട്ടിൽ നിന്ന് കൊടുന്നിട്ടാണോ കച്ചവടം ചെയ്യുന്നത്?
ഒക്കെ ഷെയറും കടവും ഒക്കെ വാങ്ങി തന്നെയാണല്ലോ ബിസിനസ് ചെയ്ത് വലിയ ആളായി മാറുക. അംബാനി ആരായിരുന്നു എന്നറിയോ? ധീരുഭായ് ഒന്നുമല്ലായിരുന്നു. ആകെ കയ്യിലുണ്ടായിരുന്ന സ്വപ്നവും ഫോളോ അപ്പുമായിരുന്നു. അപ്പോ ഇന്ന് എവിടെ എത്തി അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനല്ലേ? അതൊന്നും പ്രശ്നമല്ല ഏട്ടാ. നിങ്ങളുടെ സമയം തെളിഞ്ഞാൽ നമ്മളൊക്കെ വലിയ ആൾക്കാരായി മാറും. ആർക്കും ആവാം, എല്ലാവർക്കും അവകാശമുണ്ട്. ഇതാർക്കും കുത്തക എഴുതി വെച്ചോന്നല്ല ബിസിനസ്. സമയമാവുമ്പോ പലരെയും കണ്ടുമുട്ടുമ്പോ ശരിയായ സമയമാകുമ്പോ ഒക്കെ അങ്ങോട്ട് വളരെ തന്നെയാണ് അങ്ങോട്ട്. ഇതിന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല കേട്ടാ. അപ്പൊ കടത്തെ കുറിച്ച് പേടിക്കണ്ട. കൂലിപ്പണി മാത്രം ആവണ്ട ഇനിയുള്ള കാലം മുഴുവൻ. ബോച്ചെ പാർട്ണർ ആയിക്കോ. ഞാൻ നിങ്ങൾക്ക് കടയിട്ട് തരാം. അവിടെ സ്വർണം വെക്കും, ബോച്ച എയർ ഓയിൽ വെക്കും, ബോച്ച ടീ വെക്കും. നമുക്ക് ബാങ്കിങ് ബിസിനസ് ചെയ്യാം, പലതും ചെയ്യാൻ പറ്റും നമുക്ക് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചാ? 10 ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങാൻ വരുമല്ലോ, അപ്പൊ നമുക്ക് കാണാം. ഫാമിലി ആയിട്ട് വരും, എല്ലാവരും ആയിട്ട് വരും. തൃശ്ശൂരായിരിക്കും. ഞാൻ പറയാം, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓട്ടാണ്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് 10,000-ഓളം ഈ ഫ്രാഞ്ചൈസി എൻക്വയറിയാ. അപ്പൊ എന്റെ ഒരു ദൗത്യം എല്ലാ ജില്ലകളിലും ഒരു 5-6 നേരിട്ടിട്ട് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതാണ്. ബാക്കിയൊക്കെ പിന്നെ ഓൺലൈൻ വഴി ചെയ്താൽ മതി. ഇപ്പൊ ആദ്യം ഒരു പ്രചാരത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ തന്നെ പോയി ഉദ്ഘാടനം ചെയ്ത്, ഞാൻ തന്നെ ഇതുപോലെ വീഡിയോ ചെയ്ത് മാർക്കറ്റിംഗ് സെയിൽസ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും ചായ കുടിക്കൂ, കോടീശ്വരനാകും. ഓക്കെ, ഈ ഒരു 10 ലക്ഷം മാത്രമേ അടിച്ചുള്ളൂ, ബാക്കി അതെയാ? ചായ മാത്രമാണ് അടിക്കാറ്? ആണല്ലേ? കുടിക്കാരനാണ്. അപ്പൊ ഓക്കെ അഷ്റഫ്, ധൈര്യമായിട്ട് കിടന്നുറങ്ങിയോ? സമാധാനമായിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങും കേട്ടോ. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. ഓക്കെ, നമ്മളൊക്കെ കൂടെയുണ്ട്. എന്തിനാ പേടിക്കണേന്ന്? ജീവിതം ഒന്നേ ഉള്ളൂ. മരിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നമ്മൾ. ജനിക്കും, മരിക്കും. ഇതിന്റെ ഇടയിൽ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ധൈര്യമായിട്ട് പോവുക. Okay, conquer the world with love. Love you everybody. You're on board.